മൊത്തമാണ് സി പി യു എന്നാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് സി പി യു ആയിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഫാനിൻ്റെ അടിയിലാണ് സി പി യു സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം ഈ മദർ ബോർഡിലാണ് ഫുള്ള് കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതാണ് മദർ ബോർഡ്. എന്നുവെച്ചാൽ നമ്മുടെ എല്ലാ കമ്പോണൻസുകളും കണക്ട് ചെയ്യാനും എല്ലാം ഉപയോഗിക്കുന്ന സാധനമാണ് മദർ ബോർഡ്. അതേപോലെ തന്നെ ഇത് റാം ഇവിടെ കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ ഈ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇതാണ് ഇതിൻ്റെ മദർ ബോർഡ്. മദർ ബോർഡ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗത്താണ് മദർ ബോർഡ്. കാരണം മദർ ബോർഡ് ഉപയോഗിച്ചാണ് നമ്മൾ ബാക്കിയുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് എല്ലാം കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വിസിബിളായ പാർട്ട് എന്ന് പറയുന്നത് ഈ ഭാഗം മാത്രമാണ്. ഇവിടെയാണ് നമ്മൾ ഇവിടെയാണ് നമ്മൾ മൗസ് കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ താഴെ കീബോർഡ്, ഇത് മറ്റ് USB പോർട്ട്സ്, ഇവിടെ നമ്മുടെ ഓഡിയോ, ഇതിലൊക്കെ ഈ ഭാഗം മാത്രമായിരിക്കും വിസിബിൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പറഞ്ഞത്. ഇത് ഫാനാണ്. അതായത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്ത് ഈ സിസ്റ്റം ഹീറ്റാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി, അത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫാൻ ഉപയോഗിക്കുന്നത്. ഇത് GPU ആണ്. നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെയായിട്ടാണ് നമ്മൾ റാം കണക്ട് ചെയ്യുന്നത്. എടാ അവിടെ വെച്ച് കഴിഞ്ഞാൽ കാണത്തില്ല. ഇച്ചിരി ഇടത്തോട്ട്